തിരുവനന്തപുരം പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷമാവുകയാണ്. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ ചേർന്നുണ്ട്. ടിൻഡു, എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യം? കടലാക്രമണം രൂക്ഷമാണ്. വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ കടലാക്രമണ സാധ്യത ഉള്ളതായിട്ട് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ശക്തമായി തന്നെ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. പൊഴിയൂരിൽ നിന്നും കൊല്ലങ്കോട് ഈ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന റോഡ് പൂർണ്ണമായും തകർന്നു. സെമിത്തേരിയുമായി ചേർന്നുള്ള റോഡാണ് പൂർണ്ണമായും തകർന്നത്. ഇതോടെ തമിഴ്നാടും കേരളവുമായിട്ടുള്ള പൊഴിയൂർ മാർഗമുണ്ടായിരുന്ന റോഡ് മാർഗം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, റോഡ് തകർന്നിട്ടുണ്ട്, നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മത്സ്യബന്ധന യാനങ്ങളൊക്കെ ഒലിച്ചു പോയതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. രൂക്ഷമായ രീതിയിൽ തന്നെ കടലാക്രമണം തുടരുന്നുണ്ട്. വരും മണിക്കൂറുകളിലും കടലാക്രമണം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മൺസൂണിന് മുന്നേ തന്നെ ഇത്തരത്തിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. പൊഴിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കള്ളക്കടൽ പ്രതിഭാസം ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖല കൂടിയാണ് പൊഴിയൂർ എന്ന് പറയുന്നത്. ഏതാണ്ട് 75ഓളം വീടുകളാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടായ കള്ളക്കടൽ പ്രതിഭാസത്തിൽ നഷ്ടപ്പെട്ടത്. സമാനമായ രീതിയിൽ തന്നെ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തര സഹായങ്ങൾക്കായി ക്യാമ്പുകൾ ഇതുവരെ തുറന്നിട്ടുള്ളതായിട്ട് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം കടലാക്രമണം രൂക്ഷമാണ്. നാശനഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, ടിൻഡു, ഒരുപക്ഷെ നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൽ വളരെ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ജനങ്ങൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നിലവിൽ പ്രതിഷേധവുമായി ആളുകൾ രംഗത്തെത്തിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി ഏതെങ്കിലും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് ഇവിടെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മേഖലയിൽ മീൻ പിടിക്കാനായിട്ടും ആളുകൾ പോകുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ഹാർബർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മത്സ്യബന്ധന വള്ളങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. പൊഴിയൂരിന്റെ കടലും കായലും ചേരുന്ന ഭാഗത്ത് മണൽത്തിട്ടയും പൂർണ്ണമായി ഒലിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖലയൊക്കെ കടൽ കയറ്റത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വെള്ളം വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.